നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേക അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്കതിനകത്ത് വേറെ അഭിപ്രായങ്ങളുണ്ടാവാം. അത് എന്തു തന്നെയായാലും എനിക്ക് വിഷയമല്ല. ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടുള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എങ്കിലും ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയതും തിരിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനോട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് കേൾക്കുന്നവരോടും ആ ഒരു നല്ല അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ പലപ്പോഴും പല കല്യാണങ്ങൾക്കും അതേപോലെ തന്നെ പല ഈ ആൾക്കൂട്ടം ഉണ്ടാകുന്ന പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. ചിലപ്പോൾ നിർബന്ധിക്കപ്പെട്ടിട്ടായിരിക്കാം പോകുന്നത്, എന്നിരുന്നാലും പോകാറുണ്ട്. പോയി വന്നാൽ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നാറുണ്ട്. അപ്പോൾ ആ ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ ക്ഷീണം മാറാൻ വേണ്ടി പലതും ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം, ഇന്നലെ എന്ന് പറയാൻ പറ്റില്ല, 2 ദിവസം മുൻപാണ് ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, എൻ്റെ മകൻ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ PhD ഭാഗമായിട്ടൊരു പേപ്പർ പ്രസൻറ്റേഷന് തിരുപ്പതി വന്നപ്പോൾ എന്തായാലും തിരുമലയ്ക്ക് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരുമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി. അവർ പോകുമ്പോൾ എന്നെയും കൂടെ വിളിച്ചു. ഞാനും അവരുടെ കൂടെ പോയി. അതിനകത്ത് ഞങ്ങൾ കയറുന്നത് വൈകിട്ട് 6 മണിക്കാണ്. 6 മണിക്ക് കയറിയ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും സമയം 12:30 കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും സമയം കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ, അമ്പലത്തിൻ്റെ ഉള്ളിലൂടെ, അതും ഇഷ്ടം പോലെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങി പുറത്തേക്ക് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നന്നായിട്ട് നല്ല തണുപ്പ്. നമ്മളെപ്പോലെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളെ പോലെ അല്ല, അവിടെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് അത് അറിയാവുന്ന ആളുകളൊക്കെ സ്വെറ്ററും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാനൊരു ഹാഫ് കൈ ഷർട്ടും മുണ്ടുമാണ് എൻ്റെ വേഷം ഉണ്ടായിരുന്നത്. നല്ല തണുപ്പ് തോന്നി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് തോന്നി. പക്ഷേ അവിടുന്ന് പുറത്ത് കടന്ന് ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ബസ് വന്നത് 3 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുവരെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കേണ്ടി വന്നു. ആ തണുപ്പും സഹിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല. അങ്ങനെ അന്ന് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തുമ്പോൾ സമയം 6 മണി 6:30 കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഇതേപോലെ പേപ്പർ പ്രസൻറ്റേഷൻ്റെ കാര്യമായിട്ട് അന്ന് തന്നെ എനിക്ക് അവിടെ സെമിനാറിന് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഞാനും മകനും ഒരു അരമണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ അത്രയും സമയം മാത്രമാണ് ഒന്ന് കിടന്നത്. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് കണ്ണടച്ചു, അത്ര നേരം ഒന്ന് മയങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കുളിച്ച് സെമിനാറിന് പോയി അറ്റൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ അന്നും അവിടെ നടന്നു. മോൻ അവിടെ ഇരുന്നു. ഞാൻ അവിടെ നിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥലമായ ആന്ധ്രയിലെ പെദ്ദ ഉപ്പരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇന്നലെ വൈകുന്നേരത്ത് ആണ് വരുന്നത്, രാത്രി. ഏതായാലും ഞാൻ അവിടെ പെദ്ദ ഉപ്പരപ്പള്ളി വന്നു. രാത്രി സുഖമായി കിടന്നുറങ്ങി, കാലത്ത് എഴുന്നേറ്റു. പക്ഷേ എനിക്ക് ഇന്ന് ഒരു ക്ഷീണവും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. സാധാരണ രീതിയിൽ ഞാനൊരു കല്യാണത്തിനോ അതേപോലുള്ള മറ്റെന്തെങ്കിലും പരിപാടികൾക്കോ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയാൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുകയും പിറ്റേ ദിവസമൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാവുക. പലപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നുന്ന ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നത്, നമ്മൾ പലപ്പോഴും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരും കല്യാണത്തിനൊക്കെ പോകുന്ന പുതിയ വസ്ത്രവും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാണിക്കാവുന്ന എന്തൊക്കെ ആഡംബരങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടായിരിക്കും അത്തരം പരിപാടികൾക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന ഏതൊരാളും വരുന്നവരും എല്ലാവരും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് പരസ്പരം അസൂയയോടും കുനുറ്റും കുശുമ്പും, അതേപോലെ തന്നെ ആ ഒരു എല്ലാവരെയും എന്നേക്കാൾ വലുതാണോ അല്ലെങ്കിൽ എന്നേക്കാൾ ചെറുതാണോ എന്ന് കാണുന്ന ആ ഒരു കണ്ണിലൂടെ കാണുമ്പോഴുണ്ടാകുന്ന അവിടുത്തെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കുറേ കാലമായി ഞാനിതൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് ഏകദേശം ഇതുമായിട്ടൊന്ന് ടോളറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്.
അപ്പോൾ നമ്മൾ പുണ്യസ്ഥലങ്ങൾ എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഒരിക്കലും നമ്മളൊരു കല്യാണത്തിന് അല്ലെങ്കിൽ അതേപോലെ ഒരു ചടങ്ങിന് പുണ്യസ്ഥലമാണെന്ന് പറയാറില്ല. പക്ഷേ ഏതൊരു ഭക്തി കേന്ദ്രത്തെയും നമ്മൾ പുണ്യസ്ഥലമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ വരുന്നവരെല്ലാവരും ഈ പറയുന്ന ഒരു നല്ല മനസ്സോട് കൂടിയിട്ട്, അല്ലെങ്കിൽ തനിക്ക് ഒരു എന്താണ് പറയുക, സുഖം കിട്ടണം, അല്ലെങ്കിൽ തനിക്ക് നന്നാവണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് മിക്കവാറും പുണ്യസ്ഥലങ്ങളിൽ വരുന്നതും അതേപോലെ തന്നെ ഏത് ദൈവത്തിൻ്റെ മുമ്പിലായാലും പ്രാർത്ഥിക്കുന്നതും സ്വയം നന്നാവണേ എന്നല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സ്ഥിതി ഉണ്ടാവണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കും. അതൊരു പോസിറ്റീവ് എനർജിയാണ്. അതിന് അതേപോലെ അതൊരു കല്യാണത്തിനാണ് വരുന്നതെങ്കിൽ അവൻ വലിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അവൾ കുറേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലോ, നല്ല സ്വർണ്ണമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കത്ര ഇല്ലല്ലോ എന്നുള്ള ആ ഒരു കമ്പാരിഷൻ ഈ ഒരു ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഒരു ഭഗവാന്റെ മുമ്പിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥലത്ത് ചെന്നിട്ട് അവനേക്കാൾ കൂടുതൽ എനിക്ക് ഭക്തി ഉണ്ടല്ലോ എന്ന് ആരും പറയാറില്ല. എൻ്റെ ഭക്തിയാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും എല്ലാവരും നിൽക്കുന്നുണ്ടാവുക. ഇതൊരു വലിയ സംഭവം തന്നെയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഏതൊരു ഭക്തി കേന്ദ്രത്തെയും പുണ്യസ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പുണ്യസ്ഥലം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ആ പോസിറ്റീവ് തിങ്കിങ്, അതേപോലെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്ലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം നല്ലതായിട്ട് കാണാനുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം തന്നെയാണ് നമ്മളെ പോസിറ്റീവ് എനർജിയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ഇതുപോലുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും കിട്ടുമ്പോൾ അതാരും ഒഴിവാക്കരുത്. എല്ലാവർക്കും ഇതേപോലെ പോസിറ്റീവായിട്ടിരിക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും ഇത്തരം കേന്ദ്രങ്ങൾ നമ്മളെ ബലപ്പെടുത്തുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൗകര്യം തരുന്നുവെങ്കിൽ അത് പുണ്യസ്ഥലം തന്നെയാണ്. മറക്കണ്ട, ഒരിക്കലും കല്യാണമോ അല്ലെങ്കിൽ അതുപോലുള്ള ആഡംബര സ്ഥലങ്ങളോ അല്ല നമുക്ക് സന്ദർശിക്കേണ്ടത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അമ്പലങ്ങളോ പള്ളികളോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്രങ്ങൾ മാത്രമല്ല, ഒരു വയലിൽ പോലും നമ്മൾ പോകുമ്പോൾ ആ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പോസിറ്റീവായിട്ടുള്ള, നമുക്ക് ചുറ്റും പോസിറ്റിവിറ്റി നടക്കാൻ വേണ്ടിയിട്ടും പോസിറ്റീവായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലും പോയി നിൽക്കുന്നത് നമ്മളെപ്പോഴും ജീവിതത്തിന് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ജീവിതത്തിൻ്റെ വിജയത്തിനും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം അതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള ആളുകളോടൊപ്പം നിൽക്കുന്നു, പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, പോസിറ്റീവായിട്ടുള്ള എനർജി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമാണ് നമുക്ക് എപ്പോഴും വിജയത്തിന് ആധാരം. മറക്കണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം തോന്നുന്നുവെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല, അതെൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമല്ല, അത് അവരവരുടെ കാഴ്ചപ്പാടിൻ്റെ മാത്രം പ്രശ്നമാണ്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. സന്തോഷം. താങ്ക് യു.